ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓട്സ് ബോളാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം ഓട്സ് ആണ്, ഒരു സവാള ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത്, 3 പച്ചമുളക്, ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഒരു കപ്പ് ക്യാബേജ് ഗ്രേറ്റ് ചെയ്തത്. ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കാം. ഒരുപാട് അങ്ങ് വെള്ളം ഒഴിക്കരുത്, അതൊന്ന് ഉരുട്ടുന്ന പരുവത്തിന് വേണം നമുക്ക് വെള്ളം ഒഴിക്കാൻ. ഇപ്പം വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ ബോൾസ് ആയിട്ട് എടുക്കാം. ഇങ്ങനെ ഓരോന്നായി നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഈ ബോൾ നന്നായിട്ട് അതിൽ മുങ്ങിക്കിടക്കണം. ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് ഓരോന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മുരിഞ്ഞ് വരണം, അതൊക്കെ നന്നായിട്ട് വെന്ത് വരണം. ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമുക്കത് വേവിക്കണം. അപ്പോൾ ഇതേ നന്നായിട്ട് വെന്ത് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് കോരിയെടുക്കാം. എല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കാം. അങ്ങനെ ഇപ്പം നമ്മളെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു സോസ് കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് ഒരു പാൻ വെച്ച് എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 2 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. അതൊന്ന് വരണ്ട് ചെറുതായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു ഉള്ളി 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ഓരോന്നായിട്ട് ഇളത്തി ഇട്ട് കൊടുക്കണം നമ്മൾ. പിന്നെ ഒരു ക്യാപ്സിക്കം കൂടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതൊന്ന് ചെറുതായിട്ട് വരണ്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസും 3 ടേബിൾ സ്പൂൺ ചില്ലി സോസും ഒരു 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് കുറുകിയിരിക്കേണ്ട എന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് അങ്ങ് കുറുകിയിരിക്കുകയാണെങ്കിൽ. അപ്പം ഞാനിവിടെ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇപ്പം നമ്മുടെ സോസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഓട്സ് ബോൾ ഒന്ന് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഓട്സ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു റെസിപ്പിയായിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ.